അങ്ങനെ ഒരു ചിന്തയുണ്ട്, ഏജൻസി. സ്നേഹമുള്ളവരെ, അങ്ങനെ ഒരു ചിന്തയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഈ ഒരിക്കൽ ഒരു ചേട്ടൻ അല്ല ഒരു നാട്ടിലെ ഒരു പെൺകുട്ടി വിദേശത്തുള്ളൊരു വിദേശി വിവാഹം കഴിച്ചു. അവിടെ വെച്ചാണ്, വിദേശത്ത് വെച്ചാണ് വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ വെച്ചൊക്കെ കല്യാണം കഴിഞ്ഞു. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ പറഞ്ഞു, നമുക്കിവിടെ വെച്ച് ഒരു കല്യാണം വേണം, കാരണം എല്ലാവരെയും ഇങ്ങനെ വിദേശത്ത് കൊണ്ടുപോയി കല്യാണം നടത്താൻ പറ്റില്ലല്ലോ. അങ്ങനെ പെൺകുട്ടിയുടെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചു ഇവിടെ വെച്ച്. അപ്പോൾ ഈ വിദേശിയായ ആള് വന്ന് മലങ്കര ക്രമത്തിലെ ഈ കുദാശയൊക്കെ ഇങ്ങനെ കാണുകയാണ്. ഇങ്ങനെ കണ്ടു നോക്കിയപ്പോൾ ഭയങ്കര രസമുണ്ട്. അപ്പോൾ ഈ വരനെയൊക്കെ ഒരു ജുബയും മുണ്ടുമൊക്കെ ഉടുപ്പിച്ച് ഈ വധു ഒരു പ്രത്യേക സാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ എല്ലാവരും കൂടെ മലങ്കര കുർബാനയുടെ ആ ശുശ്രൂഷ. കല്യാണം ഒന്നും നടന്ന, അതിൻ്റെ പ്രത്യേകിച്ച് മിന്നുകെട്ടൊന്നും നടന്നില്ല, എങ്കിലും മലങ്കര ക്രമത്തിലെ ഒരു ആശീർവാദമൊക്കെ അങ്ങ് കൊടുത്ത് അവരുടെ ഒരു പ്രാർത്ഥന, ഒരു പ്രത്യേക രീതിയിൽ കുറച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തി. ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ വന്നിരിക്കുന്ന വിദേശികളായിട്ട് ഒരു 5-6 പേരോടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വണ്ടടിച്ച് നിൽക്കുകയാണ്, ഇത്രയും ആൾക്കൂട്ടം, ഈ ജനം. അതിനുശേഷം ഇതാ വരനെയും വധുവിനെയും ഇങ്ങനെ തലയിൽ കൂടെ വാനിൽ നിന്ന് ഒരു മകുടോ എന്നൊക്കെ പറഞ്ഞ് ഒരു ആശീർവാദമൊക്കെ കൊടുത്തു. അപ്പോൾ അതെല്ലാം കണ്ട് ഇവർ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാനും ആ കല്യാണത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇവരെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്ക് പോയി. അവിടെ നോക്കിയപ്പോൾ വലിയൊരു സംഘം ഓഡിറ്റോറിയത്തിന് മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരോ സിഗ്നൽ കൊടുത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രില്ല് പൊങ്ങി എല്ലാവരും കൂടെ ഓടും. ഇങ്ങനെ ആളുകൾ മറിഞ്ഞു വീഴുന്നു. ഓടിച്ചെന്ന് ഈ ഓഡിറ്റോറിയം നിറയെ ഇരിക്കുന്നു. വളരെ ഇത്രയും ജനമൊക്കെ ഒരു അവിടെയൊക്കെ 10, 100, 150 പേരൊക്കെ. ഇത് 1000-ലടുപ്പിച്ച ആളുകളുടെ ഒരു വലിയ ആഘോഷമായ കല്യാണം, നല്ല ഭക്ഷണമൊക്കെ ഇങ്ങനെ വരും. ഇതിങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുക്കുന്ന ഒരു ഇംഗ്ലീഷുകാരനോട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ഹൗ വാസ് അവർ മാരേജ്? ഞങ്ങളുടെ കല്യാണം എങ്ങനെ ഉണ്ടായിരുന്നു, കൊള്ളാവോ? അപ്പോൾ അവൻ പറഞ്ഞാണ്, സൂപ്പർ, ആൻഡ് ഐ തിങ്ക് മൈ നെക്സ്റ്റ് മാരേജ് വിൽ ബി ഇൻ ഇന്ത്യ. എൻ്റെ അടുത്ത കല്യാണം ഇന്ത്യ വെച്ച് നടത്താൻ ഞാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം കരുതിയത് ഈ സംവിധാനങ്ങളെല്ലാം നമുക്കൊരു ഏജൻസി കണക്കെയാണ്. ഇത് ഭംഗി ഒരു കടമ, ഒരു ചടങ്ങ് നടത്തി കിട്ടുന്ന ഒരു സ്ഥലം. ഒരിക്കൽ പോലും അവർക്ക് ഇതിൻ്റെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചോ ദൈവത്തിന്റെ അദൃശ്യ ശക്തിയെക്കുറിച്ചോ ഉടമ്പടി ബന്ധത്തെക്കുറിച്ചോ ഈ വിവാഹത്തിൽ ദൈവം മധ്യസ്ഥനായിരിക്കുന്നതിനെ കുറിച്ചോ ഈ ആശീർവാദത്തിൽ ഈ മക്കൾക്ക് അവരേറ്റെടുക്കുന്ന ഉത്തരവാദിത്വം പൂർത്തീകരിക്കാനുള്ള കൃപ നൽകപ്പെടുന്നതിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാൻ കണ്ണു തുറന്നു കിട്ടിയിട്ടില്ല. അവർക്ക് ഇത് നല്ല ഒരു സോഷ്യൽ ഇവന്റ് നടത്തുന്ന ഒരു സ്പേസ്.